8 വർഷം കഴിഞ്ഞ് നടക്കുന്ന കോർപ്പറേഷൻ ഇലക്ഷനാണ്. അത് 8 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഈ ഇലക്ഷനിൽ മീരാ ഭൈന്ദ്ര എന്ന കോർപ്പറേഷനിലെ ഇലക്ഷൻ ഈ 15-നാണ് നടക്കുന്നത്. മലയാളികളുടെ സാന്നിധ്യം കൂടുതലുള്ള ഈ മീരാ ഭൈന്ദ്ര ഏരിയയിൽ മലയാളികളായ 3 കാൻഡിഡേറ്റാണ് നിൽക്കുന്നത്. ഒന്ന് ഷീജ മാത്യു ആണ് ഏറ്റവും പ്രമുഖ. ഷീജയുടെ പ്രവർത്തനം സ്വാഭാവികമായിട്ട് കോവിഡിൻ്റെ സമയത്ത് വളരെ കാര്യക്ഷമതയോടുകൂടി മലയാളികളുടെ പ്രവർത്തിച്ച് പരിചയവും അനുഭവ സമ്പത്തും മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഇച്ഛാശക്തിയുമുള്ള ഒരു സാധാരണ കുടുംബിനിയാണ്, അഡ്വക്കറ്റും കൂടിയാണ്. തീർച്ചയായിട്ടും മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ സജിയുടെ സപ്പോർട്ടും ഈ വാർഡിൽ ഞങ്ങൾക്കുണ്ട്. 19-ാം വാർഡിൽ മത്സരിക്കുന്ന ഷീജയുടെ വിജയത്തിന് വേണ്ടിയിട്ട് മലയാളികളുടെ കൂട്ടായ്മയായ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ അവരെ വിജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം ഉത്തരവാദിത്തം മലയാളികളായ എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം പറയുക എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് കേരള ഭവൻ തന്നിരിക്കുന്ന സർനായിക്കിൻ്റെ ഈയിടെ കഴിഞ്ഞ ശിലാസ്ഥാപനം നടത്തി 2 മാസം മുമ്പേ. അത് മലയാളിയുടെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം തന്നെയാണ് സർനായിക്ക് തന്നിരിക്കുന്നത്. സർനായിക്കിൻ്റെ ശിവസേനയുടെ വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. ഷീജ മാത്യുവിനെ വിജയിപ്പിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി. മാഡം, ബോംബെയുടെ ചരിത്രത്തിൽ വളരെ അപൂർവമായി കിട്ടുന്നൊരു ചാൻസാണ് ഒരു മലയാളി വനിതയ്ക്ക് ഒരു ലീഡിംഗ് പാർട്ടിയുടെ, പ്രത്യേകിച്ച് ഇപ്പം ഭരണത്തിലുള്ള പാർട്ടിയുടെ ഔദ്യോഗിക പാനലിൽ സ്ഥാനാർത്ഥിയായി കിട്ടി നമ്മുടെ നാട്ടിൽ മീരാറോഡ്. ഒരു വനിതാ സാമൂഹിക പ്രവർത്തക എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? തീർച്ചയായിട്ടും ഞങ്ങൾ എപ്പോഴും എന്നും ഷീലയ്ക്ക് സഹായിക്കും. ഇപ്പം സന്തോഷ് ജി പറഞ്ഞ പോലെ നമ്മുടെ കോവിഡ് കാലത്തൊക്കെ എല്ലാവർക്കും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഉപകരിച്ച ഒരു നാടാണ് നമ്മുടെ ഷീജ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ മലയാളികളും സന്മനസ്സുള്ളവർ എല്ലാവരും ഷീജയോടൊപ്പമായിരിക്കും. താങ്ക് യു. ടീച്ചർ, മലയാള മിഷൻ്റെ സജീവ പ്രവർത്തകയും ഏരിയ സെക്രട്ടറി, മേഖലാ സെക്രട്ടറിയാണ് ഷീജ മാത്യു. ഒരു മലയാള മിഷൻ ടീച്ചർ എന്ന നിലയിൽ മാഡത്തിന് എന്തു തോന്നുന്നു? നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയായിരിക്കും? മലയാള മിഷൻ ടീച്ചർ എന്ന ഞങ്ങളുടെ മേഖലാ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നമ്മളെയൊക്കെ വിളിച്ചിട്ടും എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയിട്ടും സംസാരിച്ചിട്ടും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, മലയാള മിഷന് മുൻപേ ആയിട്ട് വലിയൊരു ബന്ധമുണ്ട്. അങ്ങനെ നല്ല ഷീജ മാത്യുവിനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. സന്തോഷ് മുദ്ര, മീറാർ റോഡിലെ ഏറ്റവും വലിയ മലയാളി സാംസ്കാരിക കൂട്ടായ്മകളിലൊന്നായ മീറാർ റോഡ് സാംസ്കാരിക വേദിയുടെ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ താങ്കൾ ആയിരുന്ന വലിയ നീണ്ട കാലത്ത് താങ്കളോടൊപ്പം വൈസ് പ്രസിഡൻ്റായി സേവനം ചെയ്തതാണ് ഷീജ മാത്യു. താങ്കൾക്ക് സമാജത്തിൻ്റെ പേരിലും മൊത്തം മലയാളി സാംസ്കാരിക വേദി, മറ്റ് മീരാ ഭൈന്ദ്രയിലെ മലയാളി സംഘടനാ പ്രതിനിധികളുടെ പേരിൽ താങ്കൾക്ക് എന്തു തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. മലയാളികളായ 3 പേരും നല്ല പ്രബലരായ കാൻഡിഡേറ്റാണ്. അവർ വിജയിക്കണം. അത് മലയാളിയുടെ ആവശ്യമാണ്, പൊതു ആവശ്യമാണ് മലയാളികളുടെ. അത് കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യും. മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഞങ്ങളൊപ്പം കാണും എന്ന് പറയും. മാഡം, താങ്ക് യു.